നമസ്കാരം. തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വാസം കാത്തുസൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ സ്വർണ്ണ തിളക്കത്തിൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ്, ബൈപാസ് റോഡ്, ചെമ്മാട്. കൊടിഞ്ഞി ഫൈസൽ വധക്കേസ് നാളെ തിരൂർ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കും. കഴിഞ്ഞ മാസം കേസ് പരിഗണിച്ചെങ്കിലും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ ലഭിക്കാത്തതിനാൽ കേസ് ഈ മാസം 26 മാറ്റുകയായിരുന്നു. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിച്ചു കിട്ടുന്നതിനായി ഫൈസലിൻ്റെ ഭാര്യ ജസ്ന ഹൈക്കോടതിയിൽ ഹർജി നൽകി. നേരത്തെ കുടുംബത്തിൻ്റെ ആവശ്യപ്രകാരം കാസർകോട്ടെ അഡ്വക്കേറ്റ് CK ശ്രീധരനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ചിരുന്നുവെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഇദ്ദേഹം പിന്മാറിയിരുന്നു. തുടർന്ന് കോഴിക്കോട്ടെ പ്രമുഖ അഭിഭാഷകനായ P. കുമാരൻകുട്ടിയെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട ജസ്ന മാസങ്ങൾക്ക് മുമ്പ് സർക്കാരിന് അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ ഇതുവരെ ഇതിന് അനുകൂലമായ മറുപടി ലഭിക്കാത്തതിനെ തുടർന്നാണ് അഡ്വക്കേറ്റ് S. രാജീവ് മുഖേന ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. P. കുമാരൻകുട്ടിയെ തന്നെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിച്ചു കിട്ടണമെന്ന് ഫൈസൽ നിയമസഹായ സമിതി യോഗം ആവശ്യപ്പെട്ടു. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്കെതിരെയുള്ള ഇടപെടലാണ് P. കുമാരൻകുട്ടിയെ നിയമിക്കാത്തതിന് കാരണമെന്നും ഫൈസൽ കേസിലെ പ്രതികളെ സംരക്ഷിക്കുന്നതിന് RSSന്റെ താൽപ്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണെന്നും യോഗം ആരോപിച്ചു. 2016 നവംബർ 19 പുലർച്ചെ 5:05 കൊടിഞ്ഞി ഫാറൂഖ് നഗറിൽ ഫൈസൽ RSS VH പ്രവർത്തകരുടെ വെട്ടേറ്റ് കൊല്ലപ്പെടുന്നത്. നേരത്തെ അനിൽകുമാർ ആയിരുന്ന ഫൈസൽ ഗൾഫിൽ വെച്ചാണ് ഇസ്ലാം മതം സ്വീകരിച്ചത്. നാട്ടിൽ വന്ന ശേഷം ഭാര്യയും 3 മക്കളും മതം മാറി. മറ്റു കുടുംബാംഗങ്ങളെ കൂടി മതം മാറ്റാനുള്ള സാധ്യതയെ തുടർന്ന് കടുത്ത മതവൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. ഫൈസൽ വധത്തിന് ഞായറാഴ്ച 1 വർഷം പൂർത്തിയാകാനിരിക്കെയാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ആലത്തിയൂർ പൊയിലശ്ശേരി ബിബിൻ, ശ്രീജേഷ് എന്ന അപ്പു, സുധീഷ് കുമാർ എന്ന കുട്ടാപ്പു, പ്രജീഷ് എന്ന ബാബു എന്നിവർ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവരും RSS തിരൂർ സഹകാര്യവാഹക് മടത്തിൽ നാരായണൻ മൂസത്ത്, ഫൈസലിൻ്റെ സഹോദരി ഭർത്താവ് നന്നമ്പ്ര തട്ടത്തലം സ്വദേശി പുല്ലാണി വിനോദ്, പുല്ലാണി സജീഷ്, കൊടിഞ്ഞി ചുള്ളിക്കുന്ന് സ്വദേശികളായ പുളിക്കൽ ഹരിദാസൻ, ഇയാളുടെ ജ്യേഷ്ഠൻ ഷാജി, ചാനാത്ത് സുനിൽ, കളത്തിൽ പ്രദീപ്, പാലത്തിങ്ങൽ പള്ളിപ്പടി സ്വദേശി ലിജീഷ് എന്ന ലിജു, പരപ്പനങ്ങാടി സ്വദേശിയും വിമുക്ത ഭടനുമായ കോട്ടയിൽ ജയപ്രകാശ്, വള്ളിക്കുന്ന് കോട്ടശ്ശേരി ജയകുമാർ, തൃപ്പങ്ങോട് പൊയിലിശ്ശേരി എടപ്പറമ്പിൽ രതീഷ്, പുതുശ്ശേരി വിഷ്ണുപ്രകാശ് എന്നിവർ കുറ്റകൃത്യത്തിൻ്റെ ഗൂഢാലോചനകളിലും മുഖ്യപ്രതികൾക്ക് സഹായവും പ്രേരണയും നൽകുകയും ചെയ്തവരുമാണ്. പൊതു ഉദ്ദേശത്തോടുകൂടി മാരകമായി പരിക്കേൽപ്പിച്ച് കൊലപാതകം നടത്തൽ, ഗൂഢാലോചന, തെളിവുകൾ നശിപ്പിക്കൽ, കുറ്റപ്രേരണ, പ്രതികളെ സംരക്ഷിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഒക്ടോബർ 29 തിരൂർ പുളിഞ്ചോട് കൊല്ലപ്പെട്ട 2ാം പ്രതി ബിബിനെ കുറ്റവിമുക്തനാക്കുവാനുള്ള അപേക്ഷയും കുറ്റപത്രത്തോടൊപ്പം സമർപ്പിച്ചിട്ടുണ്ട്. ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP ജെയ്സൺ K. എബ്രഹാം സമർപ്പിച്ച 3000-ലധികം പേജുള്ള കുറ്റപത്രത്തിൽ 207 സാക്ഷികളും 100-ലധികം തൊണ്ടിമുതലുകളും അത്ര തന്നെ രേഖകളും പോലീസ് ഹാജരാക്കിയിട്ടുണ്ട്. കൊലപാതകം കഴിഞ്ഞ് ഏതാനും മാസങ്ങൾക്കകം ഫൈസലിൻ്റെ മാതാപിതാക്കളും 2 സഹോദരിമാരും മൂത്ത സഹോദരിയുടെ ഭർത്താവും 2 സഹോദരിമാരുടെ മക്കളും മതം മാറുകയും ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുരങ്ങാടി.